സ്വാഗതം. സ്ക്രീൻ അറ്റ്മോസ്. ഇന്നത്തെ വിഷയം ലോക ചാപ്റ്റർ 1 ചന്ദ്ര. വ്യക്തിപരമായി പറഞ്ഞാൽ ലോക ഒരൽപ്പം ലാഗാണ്. പടം പോരാ. മലയാള മനസ്സുകളിൽ കാലങ്ങളായി വിഭ്രമം ജനിപ്പിക്കുന്ന, ചിന്തകൾക്ക് തീ പിടിപ്പിക്കുന്ന ഒരുജ്വല കഥാപാത്രത്തിൻ്റെ പശ്ചാത്തലം പാടെ മാറ്റി ഒരു 4K സ്ക്രീനിലേക്ക് സന്നിവേശിപ്പിക്കുമ്പോൾ നമ്മൾ പുലർത്തേണ്ട ചില അടിസ്ഥാന പാഠങ്ങളുണ്ട്. അതിലൊന്ന് കെട്ടുറപ്പുള്ള ഒരു തിരക്കഥ തന്നെയാണ്. ഈ സിനിമയുടെ കഥ വർഷങ്ങളുടെ പ്രയത്നഫലമായി ഉണ്ടായതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ആവുമ്പോൾ ആ കഥയ്ക്ക് പാമ്പൻ പാലത്തിൻ്റെ കരുത്ത് വേണം. പക്ഷേ ചേമ്പിലത്തണ്ടിൻ്റെ ദുർബലതയേക്കാൾ കഷ്ടമാണ് പലപ്പോഴും ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ തിരക്കഥയുടെ ശക്തിയില്ലായ്മ എന്ന് കൃത്യമായി തിരിച്ചറിയാൻ നമുക്ക് തിയേറ്ററിൽ പറ്റുന്നുണ്ട്. സാങ്കേതികമായി നോക്കുമ്പോൾ സിനിമ തട്ടുകളില്ലാത്തതാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമയിൽ വന്നു പോകുന്ന അനവധി വലിയ താരങ്ങളുണ്ട്. അതിൽ നീളം കൂടുതലുള്ളത് ടൊവിനോ തോമസിൻ്റെ കഥാപാത്രത്തിനാണ്. നാണം കെട്ട ഒരു കഥാപാത്രവും വ്യക്തിപരമായി പറഞ്ഞാൽ ടൊവിനോയുടെ തന്നെയാണ്. അപ്പിയറൻസും ആറ്റിറ്റ്യൂഡും ഒന്നും കറക്റ്റായില്ല എന്നാണ് എൻ്റെ പക്ഷം. നിർമ്മാതാവ് കൂടിയായ നമ്മുടെ സ്വന്തം കുഞ്ഞിക്ക DQ ഊരിപ്പിടിച്ച വാളുമായി ചീറിപ്പാഞ്ഞു വരുന്ന വെടികൊണ്ടുകളെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു രംഗമുണ്ട്. ഇൻറ്റൻസിറ്റിയും ഇമ്പാക്റ്റും ഒട്ടുമില്ലാത്ത ഒരു രംഗമായിരുന്നു അതും. ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ശരാശരി കാഴ്ചാനുഭവം നൽകുന്ന ഒരു സാധാരണ സിനിമ മാത്രമാണ് ലോക. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സിനിമയ്ക്കൊപ്പം ഇറങ്ങിയ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ച് താലോലിക്കുന്ന ഒരു സിനിമയുണ്ട്. സത്യനന്ദിക്കാട് കംപ്ലീറ്റ് ആക്ടർ ടീമിൻ്റെ ഹൃദയപൂർവ്വം. ലോക എന്ന സിനിമ 200 കോടിയും കടന്ന് കളക്ഷൻ കുതിക്കുകയാണ്. ഈ സിനിമയുടെ കളക്ഷൻ എവിടെ ചെന്ന് നിൽക്കും എന്ന് ഇപ്പോൾ പ്രവചിക്കുക പ്രയാസം. ഹൃദയപൂർവ്വവും നല്ല രീതിയിൽ തിയേറ്ററിൽ കളക്ട് ചെയ്ത് മുന്നേറുന്ന ഒരു സിനിമ തന്നെയാണ്. മലയാളിയുടെ ആസ്വാദന നിലവാരത്തിൻ്റെ തോത് അല്ലെങ്കിൽ അതിൻ്റെ മാറ്റ് അത് കുറയുകയില്ല, നാൾക്ക് നാൾ കൂടിക്കൂടി വരികയാണ് എന്ന് അടിവരയിടുന്നു ഹൃദയപൂർവ്വം എന്ന നല്ല സിനിമയുടെ വിജയം. ഈ അടുത്ത് റീസെൻ്റായിട്ട് ലോകയുടെ സംവിധായകൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിച്ചു. ഇനിയും പല ഭാഗങ്ങൾ ലോകയ്ക്കുണ്ടത്രേ. എല്ലാത്തിൻ്റെയും തിരക്കഥ പൂർണ്ണമാണത്രേ. ലോകയിൽ സംഭവിച്ച കുറ്റങ്ങളും കുറവുകളും തിരുത്തി പുതിയ അടുത്ത ഭാഗങ്ങളിൽ കുറെ കൂടെ നല്ലൊരു കാഴ്ചാനുഭവം നൽകുന്ന ഭാഗങ്ങളാകട്ടെ വരുന്നത് എന്ന് ആഗ്രഹിക്കുന്നു. അതിനായി പ്രതീക്ഷിക്കുന്നു. നന്ദി. നിർത്തുന്നു.